തനിനാടൻ മലയാളം ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വടക്കാഞ്ചേരിയിലെ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും അതിൻ്റെ നടത്തിപ്പുകാരുമായ ഒരുപാട് സേവനങ്ങളും ഒരുപാട് അവാർഡുകളും ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും കൊണ്ട് നടക്കുന്ന അമ്മ ചാരിറ്റബിൾ ചെയർമാൻ കുമാരി എന്ന് പറഞ്ഞ ആ വ്യക്തിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആളെ നമുക്ക് പരിചയപ്പെടാം. വർഷമായി നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തായി. എന്താണ് നമ്മുടെ ഈ ഇതിൽ മെയിൻ കാര്യങ്ങൾ നമ്മൾ ഈ ചാരിറ്റി ചെയ്യുന്നത്? മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിർധനരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്താം. അതായത് പാവപ്പെട്ട വീടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച വിധവകൾ, അതേപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവർ, കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണത്തിനായാലും അല്ലെങ്കിൽ അവരെ മെയിനായിട്ട് അവരുടെ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. മരുന്നിനോടൊപ്പം തന്നെ അവരെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ, അവർക്കുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് കൊടുത്തു വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസത്തിലാണോ അതോ ആഴ്ചയിലോ ആണോ നമ്മൾ മരുന്ന് ഇവർക്ക് എത്തിക്കുന്നത്? ഈ പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ സേവനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ച, അങ്ങനെയാണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അത് ചില പേഷ്യൻ്റ് വരുന്നത് ചിലപ്പോൾ ഈ മാസം 1-ാം തീയതി ഒരു പുതിയ പേഷ്യൻ്റ് വരുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാകും പുതിയ പേഷ്യൻ്റ് വരും. അപ്പോൾ ഓരോ ഡേറ്റുകൾക്കും അവർക്ക് വ്യത്യാസം വരും മരുന്ന് കൊടുക്കുന്നതിന്. എല്ലാ മാസവും ഒരു മാസത്തെ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ മരുന്ന് കഴിയണതിന് ഒരാഴ്ച മുന്നേ അവരെന്നെ വിളിക്കും. അപ്പോൾ അവർക്ക് ആ മരുന്ന് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും. അത് നമ്മളിപ്പോൾ ഈ വടക്കാഞ്ചേരിയിലുള്ള ആൾക്കാരാണോ അതോ നമ്മുടെ തൃശ്ശൂർ ജില്ല മൊത്തം മാഡത്തിൻ്റെതായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ല? അല്ല, തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 14 ജില്ലകളിലും കൊടുക്കുന്നുണ്ട്. 14 ജില്ലകളിലും അപേക്ഷകൾ വരുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊറിയറായിട്ട് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിപ്പോൾ മാഡാണോ ശരിക്കും ഇത് ചെയ്യുന്നത്? മാഡത്തിന് സഹായത്തിന് മറ്റുള്ള ഏതെങ്കിലും സ്റ്റാഫുകളോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർ വല്ലതുമുണ്ടോ? മെയിനായിട്ട് ഞാനാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ 7-അംഗ സമിതി ഉണ്ട്. ഇതിൽ എത്ര പേരുണ്ട്? 7 പേരാണുള്ളത്. 7 പേരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യാറ്. അത് തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ നമ്മൾ പരമാവധി നമുക്ക് പാലക്കാടുള്ള ഒരു ഏജൻറ്റ് നമുക്കുണ്ട്, പിന്നെ തൃശ്ശൂരുണ്ട്. അതേപോലെ അങ്ങനെയാണ് അവർ വഴിയാണ് നമുക്ക് മെഡിസിനൊക്കെ അവിടെ എത്തിക്കാൻ പറ്റുന്നത്. അവരാണ് പിന്നെ അത് എത്തിച്ചു കൊടുക്കുന്നത്. ശരി. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ, അതായത് നല്ലൊരു സേവനത്തിനായിട്ടുള്ള അവാർഡുകൾ, അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ 2-3 ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ നല്ലൊരു അഭിപ്രായം. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു ചാരിറ്റി പ്രവർത്തനം അങ്ങനെ പടത്തും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മരുന്നുകളൊക്കെ കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പനിയൊരു ഗുളിക മേടിക്കണമെങ്കിലും നല്ല പൈസ വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ചാരിറ്റി പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു ഷുഗറിനോ പ്രഷറിനോ ഉള്ള മരുന്നല്ല കൊടുക്കുന്നത്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അങ്ങനെ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾക്കുള്ള മെഡിസിനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് പാക്കേജ് അങ്ങനെ വല്ല ഒന്നുമില്ല, ഒരു പാക്കേജും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു മാനദണ്ഡങ്ങളുണ്ട്. അവർ മെഡിസിൻ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. അതായത് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം,
പിന്നെ അവരുടെ മരുന്നിൻ്റെ ലിസ്റ്റ്, അവർ ഏത് ഡോക്ടറെ കാണിച്ചിട്ട് ഏത് മരുന്നാണോ കഴിക്കണത് ആ മരുന്നിൻ്റെ ലിസ്റ്റ് വേണം. അതേപോലെ ഒരു സാക്ഷ്യപത്രം, അവരുടെ മെമ്പർ ഏത് വാർഡിലാണെങ്കിൽ ആ വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം കൂടെ നമുക്ക് വേണം. കാരണം ഇവർ അർഹതപ്പെട്ടവരാണോ എന്നറിയാൻ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഫേക്ക് ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് എടുത്തു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മരുന്നിനെ സ്പോൺസർമാർ വല്ലവരും നമുക്ക് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ കാരുണ്യ പ്രവർത്തനമാകുമ്പോൾ സ്പോൺസർമാർ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നീട് നമ്മളെ അറിയപ്പെട്ടു. അവരൊക്കെ ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാവാം ജനങ്ങൾ കൃത്യമായിട്ടും വടക്കാഞ്ചേരി മേഖലയെ സംബന്ധിച്ച്, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. കാരണം റിട്ടയർമെൻറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങളെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അതിലുപരിയായിട്ട് ഞങ്ങൾ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. മാഡം ഈ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് വരാൻ കാരണം, നമുക്കൊരു കാരണം ഉണ്ടാവില്ല. എങ്ങനെയാണ് നമുക്കിങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു നന്മ നമുക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഭക്ഷണം ഇല്ലാതെയും റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ റേഷൻ അരി മേടിക്കാൻ പോയിട്ടുള്ള ഒരു സമയത്ത് പൈസ ഇല്ലാതെ അരി തന്നുവിടാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, തികയാത്തതിൻ്റെ പേരിൽ അന്ന് അരി കിട്ടാതെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അന്നൊക്കെ ഭയങ്കര വിഷമമുള്ള സമയത്ത് കുറച്ചുകൂടി അറിവ് വെച്ചപ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറ്റുന്നൊരു സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളായിട്ട് അവർക്ക് കൊടുക്കണം. അവരുടെ വിശപ്പടക്കണം. നമുക്കറിയാം ഒരു പൈസ ആയാലും എന്ത് പണമായാലും അല്ലെങ്കിൽ എന്ത് കാര്യം കൊടുത്താലും ജനങ്ങൾ അത് മതി എന്ന് പറയില്ല. പക്ഷെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താൽ അത് മതി എന്ന് പറയും. അപ്പം എൻ്റെ പിന്നെ അതേപോലെ തന്നെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ മരണപ്പെട്ടതൊക്കെ അസുഖബാധിതരായിട്ടാണ്. അവരൊന്നും അന്ന് നോക്കാൻ കഴിവുണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എത്രയോ എൻ്റെ അമ്മാവനായാലും എൻ്റെ വല്യമ്മ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നു ജീവിതത്തിൽ. അവരൊക്കെ ചികിത്സ കിട്ടാതെ മരിച്ചുപോയി. പക്ഷെ അവർക്കൊക്കെ വേണ്ടി അതുപോലെ കിടക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരുന്ന് കൊടുക്കുന്നത്. ഒരിക്കലും മരണപ്പെടാൻ പാടില്ല. മരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ മരണപ്പെടരുത്. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും വിശന്നിരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ജോലി ചെയ്യണം തന്നെ നമുക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടി. അതെ. അപ്പം നമ്മൾ ഈ 3 കാര്യമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കൊടുക്കണം. ആ ഒരു ഭക്ഷണം നമ്മൾ വയറ് വെച്ചുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയും ഒരു സന്തോഷം കിട്ടും. മക്കളൊക്കെ എത്രയാണ് മാഡത്തിന്? എനിക്ക് 2 മക്കളാണ്. മോനും മോളും. മോള് സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞു. മോനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. പക്ഷെ ഇപ്പോൾ അവർ രണ്ടാളും 2 തലത്തിലാണ്. എന്തായാലും മോളിപ്പോൾ ജോലിക്ക് പോകണില്ല. മോൻ പോകുന്നുണ്ട്. അവരുടെ സപ്പോർട്ടിങ് പിന്നെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ എനിക്ക് കൂടുതൽ സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ ഇറങ്ങിപ്പോയ രാത്രിയൊക്കെയാണ് ഞാൻ കയറി പോവുക. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ നല്ലൊരു സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ കല്യാണം കഴിഞ്ഞു. മക്കളെ 2 പേരെ കല്യാണം കഴിഞ്ഞെങ്കിലും മരുമക്കളായാലും അവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. മാഡത്തിന് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയെന്ന് പല പത്രങ്ങളിലും പല ചാനലുകളിലും പറഞ്ഞു. അപ്പോൾ ശരിക്കും അത് എന്തിൻ്റെ ശരിക്കും അവാർഡാണ് ശരിക്കും കിട്ടിയിട്ടുള്ളത്? സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള അവാർഡാണ്. സാമൂഹ്യ പ്രവർത്തനം അത് അന്താരാഷ്ട്ര അവാർഡാണ്. അന്താരാഷ്ട്ര അവാർഡ്. ശരി. അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആർക്കും അങ്ങനെ അവാർഡ് കിട്ടില്ല. തീർച്ചയായിട്ടും. അവര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, അങ്ങനെ എന്നെ അന്വേഷിച്ചിട്ടാണ് അവർ വന്നത്. ഇവിടേക്ക് വന്നോ? അതെ, എന്നെ വിളിക്കുക ഫോണിൽ. എന്നെ അറിഞ്ഞിട്ട് അവർ ഫോണിൽ കൂടെ വിളിക്കുക ചെയ്തത്. അപ്പോൾ മാർച്ച് 29-ാം തീയതി പാലക്കാട് വെച്ചിട്ടായിരുന്നു അവാർഡ് എനിക്ക് തന്നത്. അന്താരാഷ്ട്ര അവാർഡ് ഒരാൾക്കും അങ്ങനെ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്കറിയാവുന്നത്. എന്തായാലും മാഡത്തിന് നല്ലൊരു എന്താ പറയുക അവാർഡുകൾ ഇനി കൂടുതൽ ചാരിറ്റി പ്രവർത്തനം, ഒരുപാട് അവാർഡുകളും ഒരുപാട് നല്ല സഹായങ്ങളും ഒരുപാട് കാര്യങ്ങളും നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണെന്ന് മനസ്സിലായി. അപ്പോൾ നല്ലൊരു ഇതിലേക്ക് സംരംഭത്തിലേക്ക് എത്തട്ടെ എന്ന് സർവേശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും.